ദ ബേർഡ് വിച്ച് മേഡ് ദ ബ്രീസ് ടു ബ്ലോ. ചെറു കാറ്റിനെ ചലിപ്പിച്ച പക്ഷി. ഈ വിശേഷണമാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളിലൊന്നായ ദ വാൻഡറിംഗ് ആൽബട്രോസിന് നൽകിയിരിക്കുന്നത്. കപ്പലിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവരുടെ നിത്യ കൂട്ടാണ് ഈ ആൽബട്രോസുകൾ. തൻ്റെ ആയുസിൻ്റെ മിക്ക സമയവും സമുദ്രത്തിൽ ചിലവഴിക്കുന്ന ദ വാൻഡറിംഗ് ആൽബട്രോസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ വെൽക്കം എവരിവൺ. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രം ഒഴികെയുള്ള ബാക്കി എല്ലാ സമുദ്രങ്ങളിലും ഈ വാൻഡറിംഗ് ആൽബട്രോസുകളെ കണ്ടുവരാറുണ്ട്. 135 സെന്റിമീറ്റർ ശരീര അളവും ഏകദേശം 6 മുതൽ 12 കിലോ വരെ ഭാരമുള്ള ഇവയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ എന്ന വേഗത കൈവരിക്കാനാവും. 50 മുതൽ 60 വയസ്സ് വരെയാണ് ഈ പക്ഷികളുടെ ആയുസ്. ചിറകളവിൻ്റെ കാര്യത്തിൽ സ്വന്തമായി ഒരു വേൾഡ് റെക്കോർഡ് തന്നെയുണ്ട് ഈ ആൽബട്രോസുകൾക്ക്. ഏകദേശം 12 അടി വരെയാണ് ഇവയുടെ ചിറകളവിൻ്റെ നീളം. വലിപ്പമേറിയ ചിറകുകൾ ഉള്ളതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഒരുപാട് നേരം ചിറകടിക്കാതെ തന്നെ ഇവർക്ക് പറക്കാനും സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വന്തം ശരീരത്തിൻ്റെ ഊർജം ഇവർക്ക് നിയന്ത്രിക്കാനുമാവും. 1 മണിക്കൂർ കൂട്ടിലിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജത്തിനേക്കാൾ കുറച്ച് ഇവ പറക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഈ പക്ഷികൾ ഏകദേശം 20 ദിവസത്തിൽ 10,000 കിലോമീറ്റർ മാത്രം പറക്കാറുണ്ട്. ശരീര വലുപ്പവും അതിനനുസരിച്ചുള്ള ഭാരവും ഉള്ളതുകൊണ്ട് ഒരു വിമാനത്തിനെ പോലെ ഒരു നിശ്ചിത വേഗം ഓടി കൈവരിക്കാനായാൽ മാത്രമേ ഇവയ്ക്ക് പറന്നു പൊങ്ങാനാകൂ. ഇത് കണക്കിലെടുത്തുകൊണ്ട് കൂടുകൂട്ടുന്നത് കാറ്റിന്റെ ദിശ കേന്ദ്രീകരിച്ചായിരിക്കും. ലോകമെമ്പാടുമുള്ള ഗവേഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന പക്ഷികളിൽ ഒന്നാണ് ഈ വാൻഡറിംഗ് ആൽബട്രോസ്. തുറന്ന കടൽ പ്രദേശത്താണ് ഈ ആൽബട്രോസുകൾ ഇരപിടിക്കാൻ ഇറങ്ങുന്നത്. ചെറുമീനുകളും കടലിൽ കാണുന്ന ചെറു ജീവികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കടലിൽ ഒഴുകി നടക്കുന്ന മറ്റ് ജീവികളുടെ മൃതശരീരവും അതുപോലെ തന്നെ കപ്പലിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഭക്ഷ്യവസ്തു മാലിന്യങ്ങളും ഇവ ഭക്ഷിക്കാറുണ്ട്. ഒരു സമയം ഏകദേശം 3 കിലോ വരെ ഇവർ ഭക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഭക്ഷിക്കുന്നത് കൊണ്ട് ഇവർക്ക് പറക്കാനാവാതെ എവിടെയെങ്കിലും വിശ്രമിക്കാറാണ് പതിവ്. പറക്കാൻ സമയമാവുമ്പോൾ കഴിച്ച ഭക്ഷണത്തിന് തന്നെ ഇവർ തിരിച്ച് കടലിലേക്ക് തുപ്പുന്നു. തെക്കൻ സമുദ്രങ്ങളിലെ ആളൊഴിഞ്ഞ ദ്വീപുകൾ തിരഞ്ഞെടുത്താണ് ഇവ സാധാരണയായി കൂടുകൂട്ടുന്നത്. ഒരു മുട്ടയാണ് ഇവ സാധാരണയായി ഇടുന്നത്. വെള്ള നിറത്തിൽ പുള്ളികളുള്ള ഏകദേശം 10 സെന്റിമീറ്റർ വലുപ്പമുള്ള മുട്ടകളാണ് ഇവ ഇടുന്നത്. ഡിസംബർ 10-നും ജാനുവരി 5-നും ഇടയ്ക്കുള്ള സമയത്താണ് ഇവ മുട്ടയിടുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ശരീരത്തിന് നല്ല വലുപ്പമുള്ളതുകൊണ്ട് സ്വാഭാവികമായും മുട്ടയിടുന്ന കൂടിനും അതിനനുസരിച്ച് വലുപ്പവും ഉണ്ടാവും. കട്ടിയേറിയതും മൃദുലവുമായ ഇലകൾ ഉപയോഗിച്ചും ചെളി ഉപയോഗിച്ചുമാണ് ഇവർ കൂടൊരുക്കുന്നത്. 11 ആഴ്ചയാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കാറുമുണ്ട്. മുട്ട വിരിഞ്ഞാലും ഏകദേശം 30% മാത്രമാണ് ആൽബട്രോസ് കുഞ്ഞുങ്ങളുടെ സർവൈവൽ റേറ്റ്. ചോക്ലേറ്റ് നിറമാണ് ആൽബട്രോസ് കുഞ്ഞുങ്ങൾക്കുള്ളത്. അത് പ്രായം വർദ്ധിക്കും തോറും വെള്ളയായി മാറുന്നു. ഏകദേശം 1 വർഷത്തോളമാണ് ഇവയ്ക്ക് സ്വന്തമായി പറക്കാനെടുക്കുന്ന സമയം. അപ്പോൾ തന്നെ 12 കിലോ വരെ ഭാരവും ഉണ്ടാവും. കൂട്ടുന്നു പറന്നു പോയാൽ പിന്നെ ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞേ ഇവ തിരിച്ചു വരാറുള്ളൂ. ഈ ആൽബട്രോസുകൾ മോണോഗാമിയാണ്, എന്ന് വെച്ചാൽ ഇവർ ഒരു ഇണയെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. 11 മുതൽ 15 വയസ്സിനിടയ്ക്കാണ് ഈ ആൽബട്രോസുകൾ ഇണചേരാൻ തുടങ്ങുന്നത്. ഒരു വർഷം ഏകദേശം 5 മുതൽ 8% വരെ ആൽബട്രോസുകൾ ചത്തൊടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി സംഭവിക്കാനുള്ള ഗണത്തിൽ ഇവയെ ഗവേഷകർ കാണുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.